everyone, good morning and welcome back to another video. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് മഴയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഗുഡ് മോർണിംഗ് അമ്മച്ചി. ഗുഡ് മോർണിംഗ് മോളെ. ഞാൻ പറയിപ്പിച്ച പോലെ തോന്നില്ലേ? പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞങ്ങൾക്ക് എന്താ ഗുഡ് മോർണിംഗ് ഒന്നുകൂടെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഏഞ്ചുട്ടി. വീഡിയോയാ പറ. നീ എന്തിനാ നേരത്തെ എണീറ്റ്? അടുക്കള പണിക്കാ? വീഡിയോ യൂട്യൂബ്. ഞാൻ ഈ ഫോണൊക്കെ അടുക്കളയിൽ കൊണ്ട് വെക്കുന്ന കണ്ടിട്ട് അമ്മച്ചി ചോദിക്കുക, ഇത് എന്താ കൊച്ചേ നീ കാണിക്കാൻ പോണേന്ന്. എന്താ ചുമ്മാ പന്തം കണ്ട പെരിച്ചാഴി പോലെ രണ്ടുപേര് നോക്കി നിൽക്കാണ്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇഡലി അപ്പയിലാണ് വെക്കുന്നത്. ഈ വിറകാണ് എടുക്കാൻ പറഞ്ഞേ. കത്തുന്നത് ഒരുപാട് കത്തി പുറത്തേക്ക് തരാണ്ടില്ലേ? അതല്ലെങ്കിൽ ആ വറകിൻ്റെ ഇങ്ങനത്തെ ഇളക്കി കടിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കറണ്ട് ഇറങ്ങി രണ്ടെണ്ണം എടുത്താൽ പോരെ? വെള്ളം തിളച്ചതാണെങ്കിൽ ഇല്ലെങ്കിൽ എടുത്താൽ ശരിയാവില്ല. തിളച്ചില്ല അമ്മച്ചി? തിളച്ചില്ലെങ്കിൽ അതങ്ങ് വെച്ചോട്ടെ. എന്നിട്ട് ഇതിൻ്റെ ഈ കടക്കിലേക്ക് കത്തി ഇറങ്ങുന്നില്ലേ, അതിൽ ഓരോ തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങൂല. തീ ഇറങ്ങൂല അതിലേക്ക്. ഇപ്പം അത് ഇങ്ങോട്ട് കത്തി ആളേറ്റി ഉണക്കവറകായതുകൊണ്ട് ആളി ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇരുന്നലായിട്ട് അകത്തിരിക്കണോടെ ഇരുന്നലായിട്ടിരിക്കാൻ കത്തി തീർന്നിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഇഡലിയും സാമ്പാറും ആയിരുന്നു നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഗ്യാസിൻ്റെ ഒക്കെ അപര്യാപ്തത മൂലം നമ്മൾ അടുപ്പയിലാണ് ഇതെല്ലാം ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ സ്നാക്സ് ആയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് പോപ്കോൺ അവർ വേണമെന്ന് തലേദിവസം തന്നെ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പോപ്കോൺ ആണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായ കോവയ്ക്കാണ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് മമ്മി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് പിന്നെ തീരെ ഇത് ഇഷ്ടമല്ലാത്തവരണം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചെറുപയറാണ് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടി തോരനാക്കിയത്. വീട്ടിൽ പണിക്കാരുള്ളവരും മമ്മി തന്നെ സാമ്പാറും തോരൻ കറിയൊക്കെ മമ്മി തന്നെ രാവിലെ തന്നെ എല്ലാം ആക്കി. ഞാൻ അവർക്ക് കൊടുത്തു വിട്ടത് ചോറ്, കുറച്ച് ചിക്കൻ ഫ്രൈയും ചെറുപയർ തോരനുമായിരുന്നു. ഹെയർ സെറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചോടോടെ പറിച്ചെടുക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. റെഡിയായി നമ്മൾ ഇറങ്ങി കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ചു വന്നു. വീട്ടിൽ വന്നപ്പോൾ ഇഡലിയും നല്ല സാമ്പാറും ഞാൻ കഴിച്ചു. ഞാൻ മാത്രമല്ല, ഞാനും മോളും കൂടിയാണ് കഴിച്ചത്. മോള് പിന്നെ ഞാൻ മോനെ കൊണ്ടുവിടാൻ പോയ സമയത്ത് മമ്മിയുടെ കൂടെ അവൾ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് എൻ്റെ കൂടെ കഴിച്ചുള്ളൂ. അംഗൻവാടിയിൽ പോവാൻ വേണ്ടിയിട്ട് റെഡിയായേ. അപ്പോൾ നമ്മൾ LKG പോവാൻ വേണ്ടി ചുന്ദരിക്കുട്ടിയായി റെഡിയായി നമ്മൾ പോവാണേ. ടാറ്റ പറ. ആയി, ഓക്കെയാ സുന്ദരിയാ, ഉണങ്ങി. ഓക്കെ പറ ടാറ്റ. ബൈ ബൈ. അങ്ങനെ മോളെ അവളുടെ ഓട്ടോറിക്ഷയിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു. കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ പിള്ളേരെ എല്ലാം പറഞ്ഞു വിട്ടു. ഇനി ചെയ്യാനുള്ളൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എനിക്ക് വണ്ടി ഒന്ന് കഴുകി വെക്കണം എന്നുണ്ട്. വണ്ടി ഓടിക്കാനൊന്നും അറിയാൻ പാടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കുറച്ച് മുന്നോട്ട് വെച്ചാൽ മാത്രമേ എനിക്ക് കഴുകാൻ പറ്റുള്ളൂ. അപ്പം രണ്ടും കൽപ്പിച്ച് ഞാനൊന്ന് ജസ്റ്റ് മുന്നോട്ടാക്കാൻ പോവുക. മുന്നോട്ട് അങ്ങ് പോകുമെന്നൊന്നും അറിയില്ല കേട്ടോ, നോക്കാം. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വണ്ടി സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അമ്മച്ചി അതിലേ വന്നത്. ഞാൻ അമ്മച്ചിനെ ഓടിച്ചു. അമ്മച്ചി കുറച്ചൊക്കെ മാറി നിന്നോ, മുന്നോട്ടൊന്നും പോകല്ലേ. അങ്ങനെ വണ്ടിയൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി. അപ്പോൾ നന്നായിട്ട് മടുത്തു.
പിന്നെ വീട്ടിൽ കയറി ഒരു ഓറഞ്ചൊക്കെ കഴിച്ചു. ഞാനും അമ്മച്ചിയും കൂടി ഒരു ഓറഞ്ച് കഴിച്ചു. പിന്നെ ഒരു കിണ്ണത്തപ്പം അതും ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടി കഴിച്ചു കേട്ടോ. അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പം സുഖമായിട്ട് ഞങ്ങളിരുന്നൊരു സിനിമയും കൂടെ കണ്ടു. സിനിമ കഴിഞ്ഞപ്പോൾ ഏകദേശം ഉച്ചയായി. പിന്നെ ഞങ്ങൾ സാമ്പാറും തോരൻ കറിയും ഉണക്കമീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഞാനും അമ്മച്ചിയും കൂടി നല്ല ലാവിഷായിട്ടിരുന്ന് ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ, ബൈ.